ഇന്നലത്തെ കല്യാണ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബസ് ഇതാ ഇവിടെ കൊടുന്ന് നിർത്തിയിരിക്കണം. ഞങ്ങളൊക്കെ ബസ്സിലാണ് കയറിയത്. ഞങ്ങളെ ബാക്കിൽ തന്നെ ഒരു 6 കാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അയൽവാസികളും കൂട്ടക്കാരും കുടുംബക്കാരും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഞങ്ങളെ നാത്തൂമാരും ഞങ്ങളെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസും പാട്ടും നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഓഡിറ്റോറിയം എത്തിയതേ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഡിറ്റോറിയം എത്തിക്കണു ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്ര പെട്ടെന്ന് എത്തിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണോ ഡാൻസ് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ചാടിക്കളി കുറഞ്ഞതാണ് കേട്ടോ ഞാൻ ക്യാമറ എടുക്കണത് കൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ ഓഫ് ആക്കിയത് പിന്നെ എനിക്കും തന്നെ ഓർമ്മ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു ചാട്ടേനു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ക്യാമറ ഓൺ ആക്കിക്കാണ്ട് വെറുതെ ഞങ്ങളെ വൈബ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യദിനം ഇന്നേനു കേട്ടോ. കാരണം നമ്മൾ എന്നും അടുക്കളയുള്ള പാത്രം കൊണ്ടുള്ള കൊട്ടലല്ലേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ നന്നായിട്ട് തന്നെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ തന്നെ ഞങ്ങളെ നാത്തൂന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ചാടാലോ. സത്യം പറഞ്ഞാൽ ഈ ബസ്സിലുള്ളൊരു ചാട്ടം കൊണ്ട് ഇപ്പോഴും കല്യാണത്തിൻ്റെ ക്ഷീണം വിട്ടു മാറിയിട്ടില്ല. ഈ അടുത്തൊന്നും ഏതായാലും ഇത്ര രസമുള്ളൊരു കല്യാണം കൂടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയണ്ണിൻ്റെ ഒപ്പം പോവലൊന്നും ഇല്ലല്ലോ. എല്ലാ കല്യാണം പുതിയണ്ണിൻ്റെ അടുത്തോലും പുതിയാപ്പിളിൻ്റെ അടുത്തോലും കൂടി ഒരിടത്ത് വെച്ച് നടത്തണോണ്ട് ഇങ്ങനെ പുതിയണ്ണിൻ്റെ ഒപ്പം പോണ വൈബൊന്നും ഇപ്പം അങ്ങനെ ഉണ്ടാവലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കല്യാണം കൂടിയിട്ട് കുറേ ആയിക്കോട്ടെ പുതിയണ്ണിൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് ഞങ്ങൾ നന്നായിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആണുങ്ങളൊക്കെ ബസ്സിൻ്റെ അടുത്ത് കൂടിയ കാറിലേന് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇത്ര ഉഷാറാണ് നിങ്ങൾ എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിടുന്ന പാട്ട് വലിയവർക്കും പറ്റണില്ല, വലിയവരിടുന്ന പാട്ട് കുട്ടികൾക്കും പറ്റണില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള പാട്ടിടുമ്പോൾ കുട്ടികൾ ചാടും, വലിയവർക്കുള്ള പാട്ടിടുമ്പോൾ വലിയവർ ചാടും. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ അന്നത്തെ ആ ഒരു രസം എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് എനിക്കറിയില്ല. അത്രക്കും ഒരു അടിപൊളി വൈബേനു. ഇന്നത്തെ കല്യാണം ഞങ്ങൾ മരക്കളും മക്കളോ ഒക്കെ പാടെ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖം ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഓഡിറ്റോറിയം എത്തിയെന്ന് എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ നിന്ന് ഇറങ്ങാൻ ആർക്കും പൂതിയുണ്ടായിരുന്നില്ല. ഇത്ര നേരം ഞങ്ങളെ സഹിച്ച ഞങ്ങളെ ഡ്രൈവർ ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് കേട്ടോ. ഇവൻ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്, നമ്മളെ അയൽവാസിയാണ്. ഡ്രൈവർ വരെ അന്തം വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഡാൻസും പാട്ടും കളിയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ താടക്കും കൈയെടുത്ത് ഇങ്ങനെ ഞങ്ങളെ നോക്കി നിൽക്കേനു. ഇത്രയും കാലം കണ്ട ഞങ്ങളല്ല ഈ ബസ്സിലുണ്ടായിരുന്നത് എന്ന് ആലോചിച്ചിട്ടൊന്ന് നോക്കിയതേനു കേട്ടോ. പാർക്കൊക്കെ ഉള്ള ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. കുട്ടികളെ ഒടുക്കും പോയിട്ടുണ്ടായിരുന്നില്ല. ഓലിതാ ഈ പാർക്കിലൊക്കെ അങ്ങനെ ഓടി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആരുമില്ല, ഞങ്ങൾ ചെന്നോല് മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളൊരു ബസ്സിന് ആളും ഒരു ഫുള്ള് ബസ്സും 7 കാറും ഇവിടുന്ന് പോയിട്ടുണ്ടേ. അപ്പോൾ പിന്നെ അത്രയും ആളവിടെ തിരക്കാൻ മാത്രം ഇല്ലേ. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പുതിയണ്ണും പുതിയാപ്പിളിയൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓല് വരുവോളം അപ്പോൾ ഇങ്ങനെ പുറത്ത് നിൽക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് എല്ലാവരും അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജൊക്കെ ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീഡിയോയിൽ വലിയൊരു ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെക്കനും പെണ്ണും വരാൻ കുറച്ച് വൈകും, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ ഇളച്ചിയാളും നാത്തൂമാരൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പോലെ ആ ഒരു റൗണ്ടിൽ തന്നെ എനിക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ രാത്രിയാണ് പരിപാടി കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ പൊറാട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, പൊരിച്ച പത്തിരി ഉണ്ട്, പല ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാൻ 2 പൊറാട്ടയും ചിക്കൻ പൊരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ലിനിമോളെ പ്ലേറ്റാണ്, അവൾക്ക് പൊരിച്ച പത്തിരി മതി പറഞ്ഞിട്ട് ഓൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ശർക്കര മിഠായിയും കൂടി തിന്നിക്കാണ്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതാ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്.
ഓള് അവിടുന്ന് പോരുമ്പോൾ നല്ല കരച്ചിലേനു കേട്ടോ. ഓളെ കുറച്ച് ആദ്യം കൊണ്ടുവന്നിക്കണമല്ലോ, ഞങ്ങൾ പിന്നെ വൈകുന്നേരമല്ലേ വന്നത്. പോരുമ്പോൾ നല്ല കരച്ചിലേനു. ഇപ്പം പിന്നെ ആൾ കുറേയൊക്കെ ഓക്കെ ആയിക്കണു. ഇപ്പം പിന്നെ പുതിയണ്ണുങ്ങളൊന്നും ആരും അങ്ങനെ കരച്ചിലൊന്നും കാണാനില്ലല്ലേ കല്യാണത്തിൻ്റെ അന്ന്. ഇൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ അതിൽ നിർബന്ധമായിട്ടും കരയണം കേട്ടോ. കരഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം. പുതിയണ്ണിന് ഒരു സങ്കടവും ഇല്ലയെന്ന് പറയും, അതുകൊണ്ട് കരയണം. ഇപ്പം ഒന്നും അങ്ങനെ ആരും കരച്ചിലൊന്നുമില്ല. പക്ഷേ ഇവള് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഓളെ കരച്ചിൽ കണ്ടിട്ടുള്ള ആ ഒരു വിഷമത്തിലാണ് കേട്ടോ ഓളെ അമ്മ ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ ഓലെയൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഓലെ സ്റ്റേജിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓലെ ഒരു എൻട്രി ഉണ്ടാവുമല്ലോ സ്റ്റേജിമ്മക്ക് കയറ്റണേ, ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും സ്റ്റേജിമ്മക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇനി ഇവിടുത്തെ ഒരു എൻട്രി എങ്ങനെയാണ് എന്നുള്ള ഒരു ആകാംക്ഷയോടെ നോക്കി നിൽക്കട്ടെ എല്ലാവരും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എൻട്രിയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഇവിടുത്തെ ഒരു എൻട്രി എങ്ങനെയാണ് എന്ന് എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുകയാണ്. അവിടുത്തെ എൻട്രിക്ക് സ്റ്റേജിമ്മക്ക് കയറ്റുമ്പോൾ ഓളെ ബാക്കിലായിട്ടുണ്ടായിരുന്നത് നമ്മളെ ഇവിടുത്തെ ആൾക്കാരായിരുന്നു. ഇതിപ്പോൾ ചെക്കൻ്റെ ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ എൻട്രിക്കായിട്ടുള്ളത്. അവരും നല്ലോണം പാട്ട് പാടി ഒപ്പനൊക്കെ കളിച്ച് കണ്ട് തന്നെയാണ് കേട്ടോ സ്റ്റേജിമ്മക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവരിവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന പാട്ടൊന്നും നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റൂല കേട്ടോ. കോപ്പിറൈറ്റും കാര്യങ്ങളും വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. കല്യാണം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ അല്ലേ. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗമാണ് നമ്മളെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുക, നന്നായിട്ട് കളറാക്കുക എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ ഇപ്പോഴത്തെ എല്ലാ കല്യാണത്തിനും ഉള്ളത്. നമ്മളെ കല്യാണത്തിനൊന്നും അങ്ങനെയല്ല. ആ കല്യാണമാണ്, അതും കഴിയണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല ഉഷാറായിട്ടുള്ള കല്യാണങ്ങളാട്ടോ നടക്കുന്നത്. ബസ്സിൽ ചാട്ടും കളിയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ചെക്കനുണ്ടല്ലോ പുതിയാപ്പിള ചെറുക്കൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യവും മുഴുവൻ ഫ്രീഡും പോയൊരു ദിവസം കൂടിയാണ് ഇട്ടെന്ന്. ഇതുവരെ ഓൻ എവിടേക്കെങ്കിലും പോകണമെങ്കിലോ വരണമെങ്കിലോ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ കൂടണമെങ്കിലോ ഒക്കെ ഓൻ്റെ സന്തോഷപ്രകാരം മതിയേനു. ഇനിയിപ്പോൾ അത് പോരല്ലോ, ഇനിയിപ്പോൾ മറ്റൊരാളുടെ സമ്മതം കൂടി വേണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒറ്റക്കായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒറ്റക്കുള്ള സ്വപ്നങ്ങളല്ല, ഇനിയിപ്പോൾ കൂട്ടത്തോടുള്ള സ്വപ്നമാണ് കാണാനുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയാനും ശരിയാണോ തെറ്റാണോ ഏതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഓക്കും തന്നെ കൂട്ടിന് ഒരാളായി. ജീവിതം നമുക്കെല്ലാവർക്കും ഒന്നേ ഉള്ളൂ അല്ലേ. അതൊക്കെ മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നല്ല പോലെ ജീവിച്ച് തീർക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ച പോലെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ക്യാമറയും പിടിച്ച് ഇങ്ങനെ ഈ നൃത്തം നിൽക്കണുണ്ടാലും നമുക്ക് കുറച്ച് വീഡിയോ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ആ ക്യാമറയും കൊണ്ട് അങ്ങനെ നിന്നതായിരുന്നു. ചുരുക്കി പറഞ്ഞ കല്യാണം അങ്ങോട്ട് ഉഷാറായി. ഏതായാലും പുതിയ സ്റ്റേജിൽ എത്തിയതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത് അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ഓല രണ്ടാളെയും കൂടിയുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ കേക്ക് കട്ടിങ്ങിനും പിന്നെ ഓക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോയവർക്കൊക്കെ ഒന്ന് പോരണല്ലോ. അപ്പോൾ ഓരൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഓരോ ഫാമിലി ഓളെ പുതിയണ്ണിൻ്റെ എളാപ്പാരും മൂത്താപ്പാരും ഉമ്മമ്മയും അങ്ങനെ അമ്മായികളും ഓലെല്ലാവരും പാടെ മക്കളൊക്കെ പാടെ കയറിയിട്ടുണ്ടായിരുന്നു. ഓലെല്ലാവരും പാടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണേ. ഈ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരുപാട് ടൈം ആയിക്കണു. കാരണം പുതിയണ്ണ് വരാൻ വൈകി, പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഇവരെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ടൈമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പോകുക എന്ന് പറഞ്ഞ് പോന്നപ്പോഴും ഓള് നല്ല കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഓളിഞ്ഞോള് സമാധാനിപ്പിച്ചോളും, നമ്മളവിടെ നിൽക്കുമ്പോൾ അധികം കരച്ചിലേക്കാരെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പോന്നു. പിന്നെ അതാ ഓള് കരഞ്ഞ ആ ഒരു ഇതിൽ എല്ലാവരും സൈലൻ്റായിട്ട് ഇരിക്കേനു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ വീണ്ടും പാട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങളും നോക്കി നിന്നില്ല കേട്ടോ. ഇവരൊന്നും ചാടണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കി നിന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയ അവസരമല്ലേ, അത് ഞങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് മുതലെടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടിയൊക്കെ ഞങ്ങളും ചാടി കളിച്ചു. കുട്ടികൾ ബാക്കിലും ഞങ്ങൾ മുന്നിലായിട്ട് നല്ല ഉഷാറായിട്ട് വീണ്ടും അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോന്നു.
ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കാറിൽ പോയാലൊന്നും പിന്നെ കാറ് കയറാൻ കൂട്ടാക്കണുണ്ടായിരുന്നില്ല. ഓൽക്കൊക്കെ ബസ്സിൽ പോരണം. ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ബസ്സിൽ എന്ന് പറഞ്ഞപ്പോൾ ഓൽക്കാർക്കും പിന്നെ കാറ് കയറാൻ തോന്നിയില്ല. അപ്പോലും കൂടി ഞങ്ങളെ കൂടെ അവിടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാനും കൂടി ശരിക്കും വയ്യട്ടാ. കാരണം എന്താ വെച്ചാൽ അത്രക്കും വലിയ ചാട്ടല്ലേന്നാ, കാലൊക്കെ ഒരു വിധമായിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് നമ്മളെ പഴയ റൂട്ടിൽ തന്നെ തിരിച്ചു പോവേണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടു നിൽക്കണോലൊക്കെ ഒരു ലൈക്ക് അടിച്ചോളി. ആരും മറന്നു പോകണ്ട. എല്ലാവർക്കും താങ്ക്